പരാതി നൽകുന്നതിന് മുമ്പ് രാഹുൽ പറയുന്നത് എല്ലാം നേരിടുന്നതാണ്. പക്ഷേ ആ പരാതി നൽകിയ ശേഷം രാഹുൽ ഒളിവിൽ പോയി എന്ന രീതിയിലുള്ളത് എവിടെയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടതില്ലേ? രാഹുൽ ഒരു മറുപടി ഇല്ല എന്നാണോ? ഞങ്ങൾ MLA ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. MLA ഓഫീസിന് അടുത്തുള്ള വീടുകളിലൊക്കെ കയറി പരിചയം പുതുക്കിക്കൊണ്ടാണ് MLA വരുന്നത്. പക്ഷേ ഒരു വാക്ക് പോലും മാധ്യമങ്ങളോട് വേണ്ടില്ല എന്നൊരു നിലപാടിലാണ്. ആദ്യം പറഞ്ഞ ആ 2 വരികളിൽ കവിഞ്ഞൊരു പ്രതികരണമില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടെന്ന് തോന്നുന്നു. തനിക്ക് ജനങ്ങളുടെ ഇടയിൽ അവരുടെ പിന്തുണ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നതിന് കൂടിയാണ് അടുത്ത വീടുകളിലൊക്കെ കയറി പരിചയം പുതുക്കുന്നു. ചായ കുടിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരാളുമായി സംസാരിക്കുന്നു. MLA ഓഫീസിൽ വീണ്ടും മൈക്കുകൾ സജ്ജമാകുന്നുണ്ട്. പക്ഷേ ഇതുവരെയുള്ള നിലപാട് വെച്ച് കൂടുതലൊന്നും പറയാനും സാധ്യതയില്ല. നോക്കാം. ഗൂഗിൾ, എന്താണ് അവിടെ സംസാരിക്കാൻ സാധ്യതയുണ്ടോ? അതോ ആ ചിരി മാത്രമാണോ മറുപടി? അത്തരത്തിലൊരു പ്രതികരണം ഉണ്ട് എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുകയാണ് അത്തരത്തിലധികം പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ്. അതിനുള്ളൊരു സാധ്യത താരതമ്യേന കുറവാണ്. കാരണം ഇനിയൊന്നും കൂടുതൽ പറയാനില്ല എന്നുള്ളതാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണവും രാഹുലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. രാഹുൽ 13 ദിവസത്തിന് ശേഷമാണ് ഈ MLA ഓഫീസിലേക്ക് വരുന്നത്. രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണങ്ങൾ കൂടുതലായി ഉണ്ടാകുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. മാധ്യമങ്ങളോട് രാഹുൽ ഇനി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നും പറയുന്നില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ് രാഹുലിന്റെ പ്രതികരണം. അതിനപ്പുറത്തേക്ക് രാഹുലിന്റെ പ്രതികരണം ആയി തന്നെ രാഹുൽ ഒന്നും ഇനി പറയാനില്ല എന്നുള്ളതാണ്. അതായത് പറയാനുള്ളത് താൻ ഇന്നും പറയാൻ ഉദ്ദേശിച്ചതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതലായി തന്റെ മുന്നിൽ ഒന്നും ഇന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിനപ്പുറം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ തിങ്കളാഴ്ച ഹാജരാക്കുമോ? 15-ാം തീയതി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവസാനിച്ചു. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, അവസാനിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് പറഞ്ഞു, അവസാനിച്ചു. ഈ തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തുമോ? അങ്ങനെ ചോദ്യം കൂടി ഇല്ല. ഒരു വിശദമായ പ്രതികരണം ഉണ്ടാകുമോ? രാഹുൽ, പരാതി ഉണ്ടായിരിക്കും. രണ്ട് പരാതി ഉണ്ടായിരിക്കും. കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട്. തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറഞ്ഞതുമൊക്കെ കോടതിക്ക് മുമ്പിലുണ്ട്. സത്യം തെളിയുമെന്ന് ഉത്തമ വിശ്വാസമുണ്ട്. ഇതാണ് രാഹുലിന്റെ ഇന്നത്തെ ആകെയുള്ള പ്രതികരണം. കൂടുതലൊരു വിഷയത്തിലും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ജനപ്രതിനിധിയായിരിക്കെ 2 ആഴ്ച ഉള്ളിൽ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഈ പരാതികൾ തുടരെ പിന്നാലെയും പരാതി വന്നിട്ട് അതിനോട് എന്ത് പ്രതികരണം? എന്തുകൊണ്ടൊരു ജനപ്രതിനിധി ഒളിവിൽ പോകുന്നു? എവിടെയായിരുന്നു ഇത്ര നാളും? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറല്ല. ഇതിനപ്പുറം ഒന്നും ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചോദ്യം ചോദിച്ചാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. After 2 weeks you have come back to MLA office. What do you have to say on that? Party has expelled you. Did you expect such a strong this from party side?
മുൻകൂർ ജാമ്യം തള്ളിയതിന് West Side Icons. പിന്നാലെ ഒരു നിമിഷം പോലും West Side കാത്തിരിക്കാതെയാണ് Icons. പാർട്ടി പുറത്താക്കിയത്. അപ്പൊ അങ്ങനെ ഒരു നടപടി West Side Icons. On the back, yes. Did you expect such a strong reaction from party? Since day one they were supporting you, but finally when the anticipatory bail was rejected, the party expelled you. What do you have to say on that? Did you expect such a strong reaction? പറയാതെ MLA ഓഫീസിലെ കുടിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഗൂഗിൾ എങ്ങോട്ടേക്കാണ് പെട്ടെന്ന് രാഹുൽ കയറിപ്പോയത്? സംസാരിക്കാനുള്ള ഒരു ധാരണയുണ്ടാക്കി മൈക്കെല്ലാം വച്ചപ്പോഴേക്കും പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണല്ലോ. ഇല്ല, രാഹുൽ ഇപ്പോൾ MLA ഓഫീസിന്റെ മറ്റൊരു മുറിയിലേക്കാണ് പോകുന്നത്. ഏതായാലും ഇനിയൊന്നും പ്രതികരിക്കാനില്ല, ഇന്ന് വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതികരണത്തിലേക്കൊന്നും തന്നെ രാഹുൽ തയ്യാറല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വളരെ നാടകീയമായാണ് ഇന്ന് രാഹുൽ വോട്ടിങ്ങിന് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് രാഹുൽ പിന്നീട് ഏകദേശം ഒരു 5 വളരെ പെട്ടെന്ന് ഈ കുന്നത്തൂർമേട്ടിലുള്ള ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയുമായിരുന്നു. അത്തരത്തിൽ അത് കഴിഞ്ഞ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അദ്ദേഹം തന്റെ MLA ഓഫീസിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത് എത്രയും പെട്ടെന്ന് ചില ഫയലുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് MLA മുറിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം സ്വാഭാവികമായി നേരത്തെ തന്നെ പറഞ്ഞ് തനിക്ക് പറയാനുള്ള മറുപടികൾ കഴിഞ്ഞു, ഇനി ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അപ്പോഴൊന്നും തന്നെ രാഹുൽ ഒന്നും പറയാനില്ല എന്നുള്ള മറുപടിയിൽ ഒതുക്കി ഇനി ഒന്നും പറയാനില്ല എന്നുള്ളതിലേക്ക് ഒതുക്കി അദ്ദേഹം പ്രതികരണം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റൊരു പ്രതികരണത്തിലും രാഹുൽ തയ്യാറായിട്ടില്ല.